നമുക്ക് പ്രോബ്ലംസ് ചെയ്താലോ? Let A equal to X such that, ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. A equal to X such that X is a multiple of 3 and B is equal to X such that X is a multiple of 5. Then A intersection B is, പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? A equal to, ഇവിടെ എക്സ് നാച്ചുറൽ നമ്പർ ആണെന്ന് പറയേണ്ടതായിരുന്നു, അത് സാരില്ല, നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ കിട്ടുമല്ലോ. എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, 3യുടെ മൾട്ടിപ്പിൾസുകളൊക്കെ എഴുതാം. എ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എലമെന്റ് എക്സ് ആണ്, വേറെ എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 6, 9, 12, 15, 18 ഒരുപാട് വരുന്നുണ്ട് അല്ലേ? 21, ശരിയാണോ? 3, 6, 9, 12, 15, 18, 21, 24, 27 അങ്ങനെ വരുന്നുണ്ട്, ശരിയല്ലേ? 30. ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത്ര എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു കോൺസെപ്റ്റ് തറവാൻ വേണ്ടി ഇത്ര എഴുതിയത് മാത്രം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾസുകളാണ്. 5ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 5, 10, 15. 5ന്റെ മൾട്ടിപ്പിൾസ് 5, 10, 15 കറക്റ്റ് അല്ലേ? 20, 25, 30 ഇങ്ങനെ പോവും, ശരിയാണല്ലോ? ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി? എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറയാമോ? എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഞാൻ ഈ ലിസ്റ്റിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഏതൊക്കെയാണ്? 15 നോക്കിയേ. 15 എയിലും ബിയിലും കോമൺ ആണ് അല്ലേ? പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ 30 കോമൺ ആണ്. പിന്നെ 45 വരും, 15, 30 എക്സെട്ര. ഇനിയുള്ളതൊന്നും എഴുതുന്നില്ല. സോ ക്ലിയർലി ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത്ര എഴുതാതെ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ഇത്ര എഴുതാതെ ചെയ്യാൻ വഴിയുണ്ടോ? യെസ്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഒരേ സമയം പ്രസന്റ് ആവുന്ന എലമെന്റ്, ഒരേ സമയം 3യുടെയും 5ന്റെയും മൾട്ടിപ്പിൾ ആവുന്ന നമ്പർ അല്ലേ? 3യുടെയും 5ന്റെയും മൾട്ടിപ്പിൾ ആവണം ഒരേ സമയം എന്ന് വെച്ചാൽ 15ന്റെ മൾട്ടിപ്പിൾ ആയാൽ പോരെ? 15ന്റെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്, 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 15ന്റെ മൾട്ടിപ്പിൾസ് ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങൾക്കത് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് എ ഈക്വൽ ടു 1, 2, 4, ബി ഈക്വൽ ടു 2, 4, 5, സി ഈക്വൽ ടു 2, 5. ദെൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് സി. ഇതാണ് ക്വസ്റ്റ്യൻ. വെറും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലേ ഇത്? പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് കുറച്ചിട്ടൊന്ന് എഴുതി നോക്കാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അതേതാ? 1 എയിലുണ്ട്, ബിയിലില്ല. എ മൈനസ് ബി ആണ്. 2 എയിലുണ്ട് പക്ഷെ ബിയിലുണ്ട്. 4 എയിലുണ്ട്, ബിയിലുണ്ട്. അപ്പൊ എ മൈനസ് ബി സെറ്റ് 1. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം വരുന്ന എലമെന്റ്. യൂണിയൻ ബി മൈനസ് സി. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ ബിയിൽ വരണം, സിയിൽ വരാൻ പാടില്ല അല്ലേ? 2 ബിയിലുണ്ട്, സിയിലുണ്ട്. 4 ബിയിൽ മാത്രമേ ഉള്ളൂ, സിയിലില്ല. 5 സിയിലുണ്ട്, അപ്പൊ അത് എഴുതാൻ പാടില്ല. സോ 1 യൂണിയൻ 4 വിൽ ബി സെറ്റ് 1, 4. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. എഴുതിയിരിക്കണം. സോ നെക്സ്റ്റ്, A and B are two sets such that n of A equal to 20, n of B equal to 30, n of A union B 40, n of A intersection B. ഇത് ചെയ്യാൻ അറിയാമോ? നമ്മളൊരു ഫോർമുല പഠിച്ചിരുന്നില്ലേ? n of A union B is equal to n of A plus n of B minus n of A intersection B. ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n of A union B എന്ന് പറഞ്ഞാൽ 40 അല്ലേ?
വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n ഓഫ് എ എന്താണ്? 20. n ഓഫ് എ 20 ആണ്. ആൻഡ് വാട്ട് അബൌട്ട് n ഓഫ് ബി? n ഓഫ് ബി 30 ആണ്. മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതറിയില്ല നമുക്ക്. n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് നമുക്ക് അറിയില്ല, ശരിയല്ലേ? ഇനി അറിയാലോ നിങ്ങൾക്ക് ചെയ്യാൻ. 40 ഈക്വൽ ടു 50 മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അറേഞ്ചിങ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 50 മൈനസ് 40, 10 വരും. n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 10 വരും. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എഴുതിയെടുക്കണേ. സോ നെക്സ്റ്റ് പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്, സെറ്റിലുള്ള ഒരു അപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്. 25 people for applied for program A, 50 people for program B, 10 people for both. So number of employee applied only for A. ഇത് നമുക്കൊരു ഡയഗ്രാം വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, വെൻ ഡയഗ്രാം എന്നാണെന്ന് പറയാം. ഇത് പ്രോബ്ലം എത്തുമ്പോൾ പറഞ്ഞുതരാൻ വെച്ചിരിക്കുകയായിരുന്നു വെൻ ഡയഗ്രാം. ഓക്കെ, അല്ലാതെയും ചെയ്യാൻ പറ്റും, അല്ലാതെയും മെത്തേഡുകളുണ്ട്. വെൻ ഡയഗ്രാം, ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് സെറ്റിലെ അപ്ലിക്കേഷൻ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതെന്താന്ന് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഈ റെക്റ്റാങ്കിളിനുള്ളിലാണേ. എ ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റുകളുണ്ട് ഇവിടെ, അല്ലേ? ശരിയല്ലേ? എ ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റുകളുണ്ട്. സെറ്റ് എയിലുള്ള ആൾക്കാരെല്ലാം, മെമ്പേഴ്സ് എല്ലാം ഈ സർക്കിളിനുള്ളിൽ ഇരിക്കുകയാണ്. പ്രോഗ്രാം എ ചൂസ് ചെയ്തിട്ടുള്ള 25 മെമ്പേഴ്സ് ഉണ്ട്. ആ 25 പേരും ഈ സർക്കിളിനുള്ളിൽ ഉണ്ട്. നമ്മൾ പക്ഷെ അത് മാർക്ക് ചെയ്യണ്ട, ഞാനൊരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞത് മാത്രം. There are 25 members inside A. And there are how many members in B? There are 50 members in B. ബിക്കുള്ളിൽ 50 പേരുണ്ട്. ബിക്കുള്ളിൽ 50 പേരുണ്ട്. എയിലും ബിയിലും പെടാത്തവർ പുറത്തു വരും. അത് ഞാനിവിടെ അതിനെ പറ്റി പറയുന്നില്ല ക്വസ്റ്റ്യനിൽ. ഈ ഒരു മെമ്പറിന്റെ പ്രത്യേകത, അത് പ്രോഗ്രാം എ എടുത്തിട്ടില്ല, പ്രോഗ്രാം ബി എടുത്തിട്ടില്ല. അപ്പോൾ ആ റെക്റ്റാങ്കിള് വേണ്ടി വരും നമുക്ക്. എയിലും ബിയിലും പെടാത്തവർ മുഴുവനും എന്താണ് ഇതിന് പുറത്ത് നിൽക്കും. ഇങ്ങനെ ഒരു ഡയഗ്രാം മെത്തേഡ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് രണ്ട് സർക്കിളും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം, നിർബന്ധമാണ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ഇന്റർസെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 10 people for both. 10 പേര് രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? 10 പേര് രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ഞാനത് ഒന്നും കൂടി വരയ്ക്കട്ടെ. ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം. 10 പേര് രണ്ടും ചൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ 10 പേര് ഇവിടെ വരും. 10 members belongs to A and B. 10 പേര് എയിലുണ്ട് ബിയിലുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇന്റർസെക്ഷനിലാണ് വരാം അവര്. ഇനി നോക്കാം, എക്കകത്ത് എത്ര പേരുണ്ട്? 25 members belongs to A. എ എന്ന് പറഞ്ഞ സർക്കിളിനകത്ത് 25 members ഉണ്ട്. അതിൽ 10 മെമ്പറും എയിൽ പെടുന്നവർ തന്നെയാണല്ലോ. എ എന്ന് പറഞ്ഞ സർക്കിളിനുള്ളിൽ 10 പേരില്ലേ ശരിക്കും? എ എന്ന് പറഞ്ഞ സർക്കിളിനുള്ളിൽ ആകെ 25 പേരാണ് വേണ്ടത്. 10 പേര് ഓൾറെഡി എഴുതി കഴിഞ്ഞു. റിമൈനിങ് 15 ഇവിടെ ആയിട്ട് വരും, ശരിയല്ലേ? ഇപ്പൊ തന്നെ ആൻസർ ആയി കഴിഞ്ഞു. എങ്കിലും ഞാൻ ഇതും കൂടി ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ബി എന്ന് പറഞ്ഞ സർക്കിളിനുള്ളിൽ 50 മെമ്പേഴ്സ് ഉണ്ട്. 50 പേരുണ്ട് ബി എന്ന് പറഞ്ഞ സർക്കിളിനുള്ളിൽ. ഈ 10 പേരും ബിയിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്. എയിലും ബിയിലും ഉണ്ട്. 10 പേര് ബിയിലുള്ള ആൾക്കാരാണ്. ബാക്കി 40 മെമ്പേഴ്സ് ഇവിടെ ആയിട്ടും വരും. പുറത്താരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമ്മളത് ഒന്നും നോക്കുന്നില്ല. ക്വസ്റ്റ്യൻ ഈസ് നമ്പർ ഓഫ് എംപ്ലോയി അപ്ലൈഡ് ഓൺലി ഫോർ എ. എയിൽ മാത്രം വരുന്നവര് 15 അല്ലേ നോക്കി. ഈ 15 എയിലുള്ളവരാണ്, പക്ഷെ അവർ ബിയിലോട്ട് പോയിട്ടില്ല, ഈ ഇന്റർസെക്ഷനിലോട്ട് വന്നിട്ടില്ല അവര്. അപ്പൊ 15 ആണ് ഓൺലി എ. ഓൺലി ബി ആണ് ചോദിക്കണമെങ്കിൽ 40 വരും. ക്ലിയർ? അപ്പൊ ആൻസർ, വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. എഴുതിയിരിക്കണം നിങ്ങൾ. അപ്പോൾ ഈ ഡയഗ്രാം, ഇങ്ങനെ ഡയഗ്രാം വരച്ച് ചെയ്യാൻ പറ്റും.
നമ്മൾ വെൻ ഡയഗ്രാം എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സർവേ it was found that 65% of the people watch news on TV, 40% read in newspaper, 25% read newspaper and watch TV. What percentage of people neither watch TV nor read newspaper? ഡയഗ്രാം വരച്ചും ചെയ്യാം, അല്ലാതെയും ചെയ്യാൻ പറ്റും. വെൻ ഡയഗ്രാം വരച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ആദ്യം തന്നെ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കും. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും, ശരിയല്ലേ? എന്നിട്ട് രണ്ട് സെറ്റാണുള്ളത്. ഒരു സെറ്റ് വാച്ച് ന്യൂസ് ഓൺ ടി വി വാച്ച് ചെയ്യുന്നവര് എന്ന് പേര് വിളിക്കാം. എ എന്ന് പറഞ്ഞാൽ ടി വി, മനസ്സിലായാലും ഇവിടെ എഴുതി വെക്കാം. എ മീൻസ് ടി വിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ടി വി വാച്ച് ചെയ്യുന്നവരാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറാണ്, ഇവിടെ എഴുതി വെച്ചാൽ മതി. അത് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നവര്. There are two sets A and B. ഇത് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയും. ഓൾ മെമ്പേഴ്സ്, ടി വി വാച്ച് ചെയ്യുന്നവര്, ന്യൂസ് പേപ്പർ നോക്കുന്നവര്, ഇത് രണ്ടും നോക്കാത്തവര്, അവരെല്ലാം ഉൾപ്പെടുന്ന എല്ലാവരും, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. 65% newspaper, watch news on TV, 40 read newspaper, 25 read newspaper and TV. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 25 members belongs to this. എല്ലാം പെർസെൻറ്റേജിൽ തന്നതുകൊണ്ട് we can take that universal set equal to 100. ഔട്ട് ഓഫ് 100 എന്നല്ലേ പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 25 പേരും എന്താണ്? ന്യൂസ് പേപ്പറും ടി വിയും നോക്കുന്നവരാണ്. അപ്പോൾ ആദ്യം തന്നെ ഇന്റർസെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാൻ പോവാണ്. 65 വാച്ച് ടി വി. എക്കകത്ത് ആകെ 65 മെമ്പേഴ്സ് ആണുള്ളത് അല്ലേ? എക്കകത്ത് 65 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 25 ഇവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞു. 65 നിന്ന് 25 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 65 നിന്ന് 25 പോയി കഴിഞ്ഞാൽ ബാക്കി 40 വരും. ഇനി അടുത്തത് ബി. ഇനി എന്താണ് ബി? 40% ന്യൂസ് പേപ്പർ. ബി എന്ന് പറഞ്ഞാൽ സർക്കിളിനുള്ളിൽ 40 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 25 ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു, ബിക്കുള്ളിലുള്ള ഒരാൾ. ബാക്കി 15 മെമ്പേഴ്സ് ഇവിടെ വരും. അപ്പൊ ബിക്കുള്ളിൽ 40 ആയല്ലോ. ഇപ്പൊ ആകെ എത്ര പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞു? 40 + 25 65, 65 + 15 80 അല്ലേ? കറക്റ്റ് ആണല്ലോ. 65 + 15 80 ആണ്. ഇപ്പൊ ഓൾറെഡി 80 മെമ്പേഴ്സ് എഴുതി കഴിഞ്ഞു. 100 നിന്ന് 80 പോയി കഴിഞ്ഞാൽ 20 അല്ലെ? 100 നിന്ന് ഇത് 3 ആഡ് ചെയ്തപ്പോൾ 100 നിന്ന് 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 80 കിട്ടി. ബാക്കി 20 പേര് എവിടെ പോയി? ബാക്കി 20 പേര് ഔട്ട് സൈഡാണ്. എയിലും ബിയിലും പെടാത്തവരാണ് ബാക്കി 20 മെമ്പേഴ്സ്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ നെയ്തർ വാച്ച് ടി വി നോർ റീഡ് ന്യൂസ് പേപ്പർ, വിച്ച് ഈസ് 20%. എയിലും ബിയിലും പെടാത്തവരാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ ആൻസർ ഈസ് ഡി. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്